കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തുന്ന കരങ്ങൾ ആരുടേതാണോ ആ ഉയർത്തിപ്പിടിച്ച കരങ്ങളുള്ളവരെ എന്നും തമ്പുരാൻ ഉയർത്തിയിട്ടേയുള്ളൂ. ഇത് പരമമായ ഒരു വലിയൊരു സത്യം ബൈബിളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏത് മനുഷ്യനാണോ അവൻ പാപിയായാലും, അവൻ എത്രമാത്രം ദൈവനാകുന്നവനായാലും, അവൻ ഏത് നിമിഷം ദൈവത്തിൻ്റെ മുൻപിലേക്ക് നോക്കി ദൈവമേ എന്ന് കരങ്ങൾ ഉയർത്തിയാൽ, അവൻ്റെ ഹൃദയം സ്വർഗത്തിലേക്ക് നോക്കി ദൈവമേ എന്ന് കരഞ്ഞാൽ, അവൻ്റെ മിഴികളിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകിയാൽ, അവൻ്റെ മനസ്സ് ഈ ലോകത്തിൻ്റെ എല്ലാ സുഖഭോഗങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്കായി കേണാൽ, കർത്താവ് കരുണയോടെ അവനെ കടാക്ഷിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രഭാഷകന്റെ പുസ്തകം 48-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെയാണ് കാണുന്നത്: അവർ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും യെശയ്യാ വഴി അവരെ രക്ഷിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മൾ ദിവസവും നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. കരങ്ങൾ ഉയർത്തുന്നത് നമ്മുടെ ഈ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഒരു അടയാളമാണ്. ഓരോ ആംഗ്യങ്ങൾക്കും ഓരോന്നിനും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. കൈ കൂപ്പിപ്പിടിക്കുന്നു, കൈ കെട്ടി നിൽക്കുന്നു, കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, കൈ യാചനാരൂപത്തിൽ പിടിക്കുന്നു. ഓരോന്നിനൊരു അർത്ഥങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ നാം ഉയർത്തിപ്പിടിക്കണം. ഉയർത്തിപ്പിടിച്ച കരങ്ങളെ താങ്ങുവാൻ ഒരു കർത്താവിന് പ്രത്യേക ശക്തിയുണ്ട്. അവൻ എന്തിനു വേണ്ടിയാണ് കരങ്ങൾ ഉയർത്തിയത്? ആ നിയോഗം കർത്താവ് തിരിച്ച് നമുക്ക് നൽകുമെന്നുള്ളതാണ് അനുഗ്രഹമായി. ഓരോ ദിവസവും നമ്മുടെ കരങ്ങളിൽ ഒരുപാട് പേരെ നമുക്ക് ഉയർത്തിപ്പിടിക്കുവാനും നമ്മുടെ നിയോഗങ്ങൾ സ്വർഗത്തിലേക്ക് കാരുണ്യവാനായ കർത്താവിൻ്റെ അരികിലേക്ക് ഉയർത്തിപ്പിടിക്കുവാൻ കൃപയുണ്ടാകട്ടെ എന്ന് ഈ ആരാധനയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഉള്ളം കാൽ മുതൽ നേറുകവരെ കാണുന്നു ഞാൻ മുറിവുകളെ, ഉള്ളം കാൽ മുതൽ നേറുകവരെ കാണുന്നു ഞാൻ മുറിവുകളെ, എന്നാത്മാവിൻ വിലയായി നിന്നുടെ രക്തം ചിന്തിയ മുറിവുകളെ, രക്തം ചിന്തിയ മുറിവുകളെ, മൂന്നാണികളാൽ കുരിശിന്മേൽ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.